உன் கருங்கூந்தல் குழலாகத்தான் எண்ணம் தோன்றும். உன் காதோரம் உரையாடித்தான் ஜன்மம் தீரும். உன் காதல் ஒன்றை தவிர என் ഏവ താനിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഓർഫനേജിൽ ഡൊണേഷൻ കൊടുക്കാൻ വന്നതാ. അല്ല, താനെന്താ ഇവിടെ? ഞാൻ വെറുതെ വന്നതാ. ഇവിടെ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. എനിക്കിഷ്ടം ഇവിടെ വരുന്നത്. ആഹാ, കൊള്ളാലോ. ഇതെനിക്കെൻ്റെ സ്വന്തം വീട് പോലെയാ. ആഹാ, അതെന്താ അങ്ങനെ? എന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചാ, ഞാനിവിടെ താമസിച്ചിട്ടുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ. 2 ദിവസം താമസിച്ചിട്ടുള്ളൂ. എന്നാലും എനിക്കിവിടെ നല്ലൊരു കണക്ഷനുണ്ട്. താമസിക്കാനോ? ഇവിടെയോ? എൻ്റെ അച്ഛനമ്മയും ഡിവോഴ്സ്ഡാണ്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അവരെന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. 2 ദിവസം താമസിച്ചുള്ളൂ. അലക്സിന് ഞാൻ അവൻ്റെ കൂടെ പോയി നിൽക്കണമെന്ന് ഭയങ്കര ആശയമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവൻ്റെ കൂടെ. 2 ദിവസം താമസിച്ചിട്ടുള്ളൂവെങ്കിലും ഇവിടുത്തെ മധുരമൊക്കെ ആയിട്ട് നല്ല കൂട്ടാൻ ഞാൻ. ഏവാ, അലക്സ്, നീയെന്താണ് ഇവിടെ? ആ, നല്ല ക്വസ്റ്റ്യൻ. എനിക്കിവിടെ വരാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ മാൻ? നീ എന്താണ് ഇവിടെ എന്നൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് നീ ചോദിക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. ഉത്തരം തരാവോ? ഓർഫനേജിൽ ഒരു ഡൊണേഷൻ കൊടുക്കാണ്ടായിരുന്നു, അതിന് വന്നതാണേ. ആ, അത്രയേ ഉള്ളൂ കാര്യം. ഇതിനാണ് എന്നോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവേ. ആ ഏവാ, മമ്മി അവിടെ വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. നീ വേഗം വന്നേ. എടാ, ഞാൻ മദറിനോട് സംസാരിച്ചില്ല. ഏവാ, ഈ മദറിനോട് ഇനിയും സംസാരിക്കും. പക്ഷെ നമ്മളെ മദറിനോട് ഇപ്പം സംസാരിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ കുളമാവും. അതുകൊണ്ട് മോളിങ്ങ വന്നേ. ഫാനെ, നമ്മളങ്ങോട്ട് ഇറങ്ങി വന്നേ. നീങ്ങ വന്നേ. ചെല്ല് ചെല്ല്. തട്ടിത്തടിച്ചിട്ട നാൾ മര്യാദയ്ക്ക് അവനോടൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിച്ചില്ല. കർത്താവേ. നീ എന്നതേലും പറഞ്ഞു ഏവാ? പറഞ്ഞെങ്കിൽ? അല്ല, പറഞ്ഞെങ്കിൽ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അലക്സേ, നിന്നതേ പ്രിൻസ് വിളിക്കുന്നുണ്ട്, ചെല്ല്. ഈ പ്രിൻസിയുടെ ഒരു കാര്യം. ഞാനില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ലെന്ന് വെച്ചാ. പ്രിൻസിയുടെ പൊന്നോമന പുത്രനല്ലേ, അങ്ങോട്ട് ചെല്ല്. വിക്കരോ കുട്ട, ചേട്ടനത് പോയി നോക്കിയിട്ട് വരട്ടെ. മേ ഐ കം ഇൻ സർ? അലക്സ്, കേറി വാ. എന്താ സാർ വിളിപ്പിച്ചത്? നിന്നെപ്പറ്റി എത്രാമത്തെ കംപ്ലൈന്റ് കിട്ടുന്നത്? അയ്യോ, സത്യമായിട്ട് ഞാൻ ആൽവിയുടെ അടുത്ത് വഴക്കിന് പോയില്ലേ സാർ. ഓ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ അതിനല്ലേ എങ്ങനെ വിളിപ്പിച്ചേ? ഞാൻ വേറൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചില്ലല്ലോ. കർത്താവേ, ഞാൻ മറന്നു പോയതാണോ? ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് കംപ്ലൈന്റ് കിട്ടിയല്ലോ. നീ ക്ലാസ് കേട്ടില്ലെങ്കിലും വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് റെഫർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് നല്ല മാർക്കും ഉണ്ട് എന്നും പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് പഠിക്കണ്ടേ? പിന്നെ ഇങ്ങനെ സംസാരം കേട്ടാ തോന്നി ഇവിടെ ഉള്ള എല്ലാ പിള്ളേരും പഠിക്കാനായിരുന്നേ. എന്താ പറഞ്ഞേ? ഏയ്, ഒന്നുമില്ല സാർ. ഇനി ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല, സത്യം. നീ അത്യാവശ്യം നല്ലൊരു പഠിക്കുന്ന കുട്ടിയായോണ്ട് ഓരോ തവണ ഓരോ എക്സ്ക്യൂസൊക്കെ ഞാൻ നിന്നെ പറഞ്ഞു കൊടുത്തത്. എന്ന് വെച്ച് ഇതൊരു ശീലമാക്കണ്ട. ഏയ് ഇല്ല സാർ. എന്നാ കൊള്ളാം. ക്ലാസ്സിൽ പോക്കോ. ആ പിന്നെ സാർ, നാളത്തെ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ്റെ കാര്യം നടത്തണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കാം. നീ ചെല്ല്, ക്ലാസ്സിൽ പോവാൻ നോക്ക്. ആ ഓക്കെ സാർ. ഇങ്ങനൊരു കണക്കത്തൊരു മൂരാച്ചി കഴിഞ്ഞ വർഷം നടത്തിയില്ല. അപ്പുറത്തെ കോളേജുകാരൊക്കെ എന്ത് ആഘോഷമായിട്ട് നടത്തിയത്. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകത്തുള്ളൂ. എൻ്റെ പൊന്നി കൊടുത്താവേ, ഒരു വഴി തുറന്നതാ. നീ ഒന്ന് നിന്ന്, എൻ്റെ കണ്ണ് പിടിക്കുന്നില്ല. ഇതിൽ നോക്കി എൻ്റെ നാളിൻ്റെ ബലം എന്ന് പറഞ്ഞ് ഇങ്ങേർക്ക് ഈ പരിപാടി നിർത്താറായില്ലേ? ഇങ്ങനോട് ഒരു ഭാരഫലം. തനിക്ക് വാലന്റൈൻസ് ഡേ നടത്തി തരാൻ പറ്റത്തില്ലല്ലേ? കാണിച്ചു തരാം.
സാറിൻ്റെ നാളെ ഏതാ? ആ വിട്ടം നോക്ക്. ആ വിട്ടം കാണിച്ചു തരാടാ കാലമാടാ. സാർ കേട്ടോണേ. ധനനഷ്ടം, മാനഹാനി എന്നിവയ്ക്ക് സാധ്യത. ഉദരവൈഷമ്യം, അർബുദം തുടങ്ങിയ രോഗങ്ങൾക്കും മറ്റു പല മാറാവ്യാധികൾക്കും സാധ്യത കൂടുതൽ. വാഹനയാത്ര അപകടകരം. ഇതിനേക്കാളും ആൾ തട്ടിപ്പോകുന്ന എഴുതിയ പോലെ അല്ലേ സാർ? വേണ്ട. പിന്നെ സാർ ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ഇതൊക്കെ മാറിപ്പോവാനും മതി. ഫോർ എക്സാമ്പിൾ, പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് വാലന്റൈൻസ് ഡേ സെലിബ്രേഷനൊക്കെ നടത്താമല്ലോ. അപ്പോൾ പിള്ളേർക്കും ഒരു എൻജോയ്മെൻറ്റ്, സാറിൻ്റെ പ്രശ്നങ്ങളും ഒരു കരക്കെടുക്കാൻ ചാൻസ് ഉണ്ട്. പൊതുവെ അങ്ങനെയാണല്ലോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനുള്ള ഫലം കിട്ടിയല്ലേ മതിയാവും. വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ നല്ല നല്ല കാര്യങ്ങൾ അല്ലേ? അതെ സാർ, നല്ല നല്ല കാര്യങ്ങൾ. ആവശ്യമില്ലാത്ത ചെലവാണല്ല സാർ. ചിലവൊക്കെ ഞങ്ങൾ സീനിയേഴ്സ് നോക്കിക്കോളാം, സാർ ഒന്നും അറിയണ്ട. പിന്നെ പിള്ളേർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് സാറിന് നല്ലതാണ്. സാറ് കാരണം മറ്റൊരാൾക്ക് സന്തോഷം കിട്ടിയ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനും മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നും ഇല്ല സാർ, അത് സമ്മതിക്കും. നിങ്ങൾ നടത്തിക്കോ. പക്ഷേ ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടായാൽ കോളേജോ കോളേജ് മാനേജ്മെൻറ്റോ അതിന് ഉത്തരവാദിയായിരിക്കില്ല. ഏയ് വേണ്ട, ഉറപ്പായിട്ടും വേണ്ട. താങ്ക് യു സാർ. യെസ്. വന്നല്ലോ. ഇന്ന് എന്തായിരുന്നു പ്രശ്നം? വലിയ പ്രശ്നമൊന്നുമില്ല. ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അതിന് വഴക്ക് കിട്ടിയെങ്കിൽ എന്താ? നോമൊരു കോള് ഒപ്പിച്ചുകൊണ്ടാണ് മോനെ വരവ്. കോളാ? എന്താ കോള്? വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഗ്രാൻഡഡ്. ശരിക്കും അങ്ങേരാണ് സമ്മതിച്ചാ? സമ്മതിച്ചില്ലായിരുന്നു, ബട്ട് ഞാൻ അങ്ങയുടെ വീക്ക്നെസ് കയറി പിടിച്ചു, അങ്ങേരെ സമ്മതിച്ചു. അയ്യേ എന്തിരുന്ന്? അയ്യേ അതല്ല അയ്യേ. എടാ, അങ്ങേർക്ക് ഈ ജ്യോതിഷത്തിലും വാരപഥത്തിലൊക്കെ ഭയങ്കര വിശ്വാസമല്ലേ? ഞാൻ അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നീ വിചാരിക്കുന്ന പോലെ നല്ല ചക്ക. അയ്യേ അതായിരുന്നാ? ഐ ഹേറ്റ് മൈ മൈൻഡ്. അയ്യേ ഇയാള് ശരിയല്ല, വൃത്തിയിട്ടവനെ തെണ്ടി. നീ എന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണല്ലേടാ വിചാരിച്ചു വെച്ചേക്കുന്നത്? നീയല്ലേ, വിചാരിച്ചില്ലെങ്കിലും അത്ഭുതമുള്ളൂ. വേണ്ട. എന്തായാലും നാളത്തെ ഡ്രസ്സ് എടുക്കാൻ വേണം. എന്തായാലും ഞാൻ ഏവയും കൂട്ടി പോകും. നിനക്ക് എങ്ങനെയാ, നീ വരുന്നോ കൂടെ? പിന്നെ വരാതെ, ഞാൻ ഒറ്റയ്ക്ക് പോയെടുത്ത ഒന്നും നന്നാവാറില്ല. അപ്പം സെറ്റ്. ഈവനിങ് ഇറങ്ങിക്കോ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ സെറ്റ്. ദേവിക, നീ എന്താ ഇവിടെ? നിന്നെ അന്ന് റോഡിൽ വെച്ച് കണ്ടതിന് ശേഷം ഇത്രയും ദിവസം ഞാൻ നിന്റെ പിറകെ തന്നെ ആയിരുന്നു. എന്തൊക്കെയാ കണ്ടിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അഗസ്റ്റിൻ, ഇതൊക്കെ എന്താ മോശമാണെന്ന് നിനക്കറിയാവോ? ഇത് നിന്റെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് നിനക്കറിയാവോ? ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നീ കാരണം ദേവിക. നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു മറുപടി തന്നില്ല. പകരം എന്താ പറഞ്ഞ, എന്നെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം അവസാനിപ്പിക്കണമെന്ന്. എനിക്കുള്ള എല്ലാ കൂട്ടുകാരെയും അവരെല്ലാവരിൽ നിന്ന് ഞാൻ അകന്ന് നിൽക്കണമെന്ന്. എന്തിനല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം അഗസ്റ്റിൻ. ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് പറയും. ഇപ്പൊ അതേ ഫ്രണ്ട്സ് തന്നെയല്ലേ നിന്നെ ഈ അവസ്ഥയിലാക്കിയത്? നല്ല സുഹൃത്തുക്കളാണെങ്കിൽ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കും. അല്ലാതെ നിന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ അവർ ആരും ആക്കില്ല. നിന്റെ നന്മയൊക്കെ ഞാനത് പറഞ്ഞത്. നിനക്ക് എന്താ അത് മനസ്സിലാവാത്ത? ശരി, നിനക്ക് ഞാൻ നാളെ ഒരു ഉത്തരം തരാം, കൃത്യമായിട്ടുള്ളൊരു ഉത്തരം. പക്ഷെ ഒരൊറ്റ കാര്യം, എൻ്റെ നിന്ന് ഒരു ഉത്തരം നിനക്ക് കിട്ടണമെങ്കിൽ
നീ ഇനി ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല. നീ ഇനി യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് മറുപടി തരും. ഏതാ ഇതെങ്ങനെയുണ്ട്? നല്ലതല്ലേ? ആഹാ, സർക്കസിലെ കോമാളി പോലെ ഉണ്ട്. എന്താണ് ഇതിനൊരു കുഴപ്പം? ഇതിനില്ലാത്ത കുഴപ്പം എന്താ? ആണോ റയാന്? ഒരു ലേശം ഓവറല്ലേ എന്നൊരു ഡൗട്ട്. ആണല്ലേ, എനിക്കും തോന്നിയായിരുന്നു. കുഴപ്പമില്ല, അതിനല്ലേ നമ്മുടെ ഏവാച്ചിരിക്കുന്നത്. റയാനെ, നിന്നെ പോലെ തന്നെ ഞാൻ ഈ സെലക്ട് ചെയ്യുന്നത് എനിക്കൊരു ഇച്ചിരി പണിയാണ്. പക്ഷെ എവളുണ്ടല്ലോ, ആദ്യമായിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി, സെറ്റായിരിക്കും. ഒരൊറ്റ പ്രശ്നമുള്ളൂ, എനിക്ക് റെഡ് കളർ എന്ന് വെച്ചാൽ പ്രാന്ത. എവിടെ റെഡ് കളർ ഉണ്ടാലും ഓടി ചെന്നെടുക്കും. എത്ര റെഡ് കളർ ഡ്രസ്സാണെന്നറിയാമോ എൻ്റെ വീട്ടിൽ എനിക്കിരിക്കുന്നത്. ഓ, ഞാൻ എന്നിട്ട് വാങ്ങിച്ചിരുന്നൊക്കെ നീ ഇടുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലേ. പക്ഷേ ഏവാ, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇത്തവണത്തേക്ക് മാത്രം റെഡ് കളർ വേണ്ട. എനിക്ക് വല്ല ബ്ലാക്കോ വൈറ്റോ ഒക്കെ എടുത്ത് തരുമോ പ്ലീസ്? ഓക്കെ, വാ നോക്കാം. ഏതാ ഇതെങ്ങനെയുണ്ട്? നല്ലതല്ലേ? അയ്യേ, ഇതിന്റെ പകുതി എവിടെ? പകുതിയൊന്നുമില്ല, പൊടി. ഇത് നല്ല രസമുണ്ട്, നോക്ക്. കൈയൊക്കെ ഇങ്ങനെ പൊക്കുമ്പോൾ നോക്ക, പെൺപിള്ളേരൊക്കെ വളഞ്ഞത് തന്നെ നല്ല ഹോട്ടായിട്ടില്ലടാ. എൻ്റെ കർത്താവേ, ഭദ്രകാളി നോക്കുന്നു. അല്ലേ വേണ്ടല്ലേ, ഇതിന് ഇറക്കം വല്ലാണ്ട് കുറഞ്ഞു പോയെന്ന ഡൗട്ട്. നീ നോക്കിയെടുത്തോ. ഇത് നോക്കിയേ, ഇതിട്ടോണ്ടോ? നന്നായിരിക്കും. ഓക്കെ, അപ്പത്തേക്ക് ഒരു കാര്യം ചെയ്യും, നീ റയാനെ സെലക്ട് ചെയ്ത് കൊടുക്കാം, ഞാൻ വരാം. അല്ലേ ഒരു കാര്യം ചെയ്യും, റയാനെ നീ ഇതാ ഈ ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് പോവാം. എന്നിട്ട് കൊള്ളാമെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ അവ നീ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഞാൻ എന്നിട്ടിട്ട് വരാം. പിന്നെ എൻ്റെ ചെക്കനെ കാണാൻ ഒരു രാജകുമാരനെ പോലെ ഇരിക്കണം, ഓക്കെ? അതുകൊണ്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തോണം, കേട്ടല്ലോ? ഓ, കൊടുത്തോളാമേ. മോൻ പോയി ഇട്ടിട്ട് വാ. ഓക്കെ. ഇതെങ്ങനെയുണ്ട്? ഹലോ ഏവാ, നന്നായിട്ടുണ്ട്. ശരിക്കും കാണാൻ പ്രിൻസിനെ പോലെ. അതെയോ? അപ്പോ അവന്റെ സെലക്ഷനൊക്കെ കൊള്ളാല്ലേ? നന്നായിട്ടുണ്ട്. അല്ല, ഇത് വേണ്ട. ഇത് വിട്ടോണ്ട് കോളേജിലോട്ടൊന്നും വരണ്ട. അതെന്തോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ ഉണ്ട്. അത് ഇത് ഒരുമാതിരി ഏതോ ചിത്രകഥയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ക്യാരക്ടറിനെ പോലെ ഉണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും വല്ല മനുഷ്യക്കൊലത്തിലുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാമല്ലോ. പക്ഷെ ഇതിട്ടോണ്ട് പോയിട്ട് വേണം പെൺപിള്ളേർ ഇങ്ങനെ പറയുന്നത് മാറാതിരിക്കാൻ. ഓ ആണോ? എന്നൊരു കാര്യം ചെയ്യും, താൻ തന്നെ എനിക്ക് പറഞ്ഞ് സെലക്ട് ചെയ്താ. ആ ഓക്കെ, ഞാൻ സെലക്ട് ചെയ്യാം. റയാൻ, തനിക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് പൊതുവെ യൂസ് ചെയ്യാറ്? എനിക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഒന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാം ഇടാറുണ്ട്. ടീഷർട്ടായാലും ഷർട്ടായാലും ഞാൻ അങ്ങനെ ഇന്നതെന്ന് പറഞ്ഞപ്പോൾ എടുക്കാറില്ല. എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഏതെടുത്താലും റെഡ് കളർ എടുക്കുവോളെന്ന് വിചാരിക്കണ്ട. ബട്ട് എന്തോ തനിക്ക് റെഡ് കളർ നന്നായിട്ട് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ റെഡ് കളർ ആയിരിക്കും എടുക്കുന്നേ. ഓക്കെ? യാ ഫൈൻ. എനിക്ക് പൊതുവെ റെഡ് കളേഴ്സ് കുറവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, താൻ എടുത്തു. ഓക്കെ, ഇതിട്ടോ, നന്നായിരിക്കും. ഏവാ ഇത് നോക്ക്. അയ്യവ, ഇപ്പൊ കാണാൻ എന്ത് ഭംഗിയാ. ഞാൻ ഇട്ടേക്കണോണ്ട് കാണാൻ കൊള്ളാം, പക്ഷെ എങ്കിലും നേരത്തെ ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. എനിക്ക് ഇടാനോ അതായിരുന്നു കുറച്ചുകൂടെ എളുപ്പം.
നോക്കി പേടിപ്പിക്കണ്ട, ഇത് മതി. ആ അതാണ്. അപ്പം മോൻ പോയി ഡ്രസ്സ് മാറ്റിക്കോ, റയാനിപ്പോൾ വരും. എന്തായാലും അവനും കൂടെ വരട്ടെ, അവനെയും കൂടെ കാണിച്ചിട്ട് ഞാൻ പോകാം. ഓക്കെ. ഏവാ യു നോ സംതിങ് റയാൻ, റെഡ് കളർ എന്ന് വെച്ചാൽ എൻ്റെ വീക്ക്നെസ്സാണ്. ശരിക്കും അത് തനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അമ്പഴ റയാനെ എവള് സെലക്ട് ചെയ്ത് തരാമെന്ന് വിചാരിച്ചപ്പോഴേ ഇത്രയും നന്നായിട്ട് സെലക്ട് ചെയ്ത് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും റെഡ്, എന്നാലും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടടാ. അപ്പം രണ്ടുപേർക്കായാലേ സമാധാനമായാലേ, ഇനി പോകണ്ടേ? എവിടെ പോവാൻ? നിനക്കൂടെ സെലക്ട് ചെയ്തിട്ട് പോവാം. ഓ ഇതിൻ്റെ ഇടയ്ക്ക് അത് മറന്നുപോയി. ശരി വാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ സെലക്ട് ചെയ്യുന്നില്ലേ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്യാം. നോക്കട്ടെ സെലക്ഷൻ കൊള്ളാവോ ഇല്ലേന്ന്. ഓക്കെ, നിനക്ക് ഒരു ബ്ലാക്ക് ഓർ ബ്ലൂ ചേരുമെന്ന് തോന്നുന്നു അല്ലേടാ റയാന? ഏതൊക്കെ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ കളറും സ്യൂട്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഐ തിങ്ക് വൈറ്റ് നന്നായിരിക്കും. അത് ശരിയാ, ഏക്കോ വൈറ്റ് കളർ നന്നായിട്ട് ചേരും. ഇവളൊരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ആണെന്ന് തോന്നുന്നു. ഒരു വൈറ്റ് കളർ ഫ്രോക്ക് ഉണ്ടായിരുന്നു അവൾക്ക്. കാണാൻ എന്ത് രസമാണെന്നറിയോ, ചെറിയ പാവക്കുട്ടികളെ മാതിരിയായിരുന്നു അത്. പിന്നീട് അവളങ്ങനെ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ അതാ? കുറവാ. അപ്പോ ഏതെടുക്ക? വൈറ്റ്, ബ്ലാക്ക് ഓർ ബ്ലൂ? എല്ലാ തവണയും എനിക്കിഷ്ടമുള്ള കളറിലാണ് എടുക്കുന്നത്. ഇതാണ് റയാൻ്റെ ഇഷ്ടം. ഓ അവൻ വന്നപ്പോ ഞാൻ പലർക്കും നമ്മളെന്നും ഒരു മൈൻഡ് ഇല്ല. അതെ, മൈൻഡില്ല. ഓ ആയിക്കോട്ടെ, കപ്പിൾസ് ആണെന്ന് വിചാരം. അങ്ങോട്ടും ഡ്രസ്സ് എടുത്തു കൊടുക്കും, ഇങ്ങോട്ടും ഡ്രസ്സ് എടുത്തു കൊടുക്കും. നമ്മൾ വല്ലതും പറഞ്ഞ സ്വാഹ. വാചം അടിച്ചോണ്ടിരിക്കാതെ എടുക്ക് ചെക്കാം. ഓ എടുക്കുക. പറയാന് ഇത് നോക്കിയേ, ഇതെങ്ങനെ ഉണ്ടാവും? നെറ്റ് ഡിസൈൻ അല്ലേ? ഒരു കാര്യം ചെയ്യും, നീ ഇത് ഇട്ടോണ്ട് പോയാ കൊള്ളാമെങ്കിൽ എടുക്കാമല്ലോ. നെറ്റ് ഡിസൈൻ എനിക്ക് കുഴപ്പമില്ല, താൻ ഇട്ടോ നോക്കട്ടെ. അലക്സ് എങ്ങനെയുണ്ട്? എൻ്റെ ഏവാച്ചോ, നീ ഏത് വൈറ്റ് ഡ്രസ് ഇട്ടാലും നല്ല ഭംഗിയാടി. വൈറ്റ് ഡ്രസ് ഓക്കെ, പക്ഷെ ഇത് എന്താ മീൻവല പോലെയൊക്കെ ഇരിക്കുന്നത്. എന്താ ഇതിങ്ങനെ? എടി ഇപ്പോഴത്തെ ഫാഷൻ ഇതാടി, സൂപ്പറായിട്ടുണ്ട്. ആണോ റയാൻ? ആക്ച്വലി തനിക്ക് വൈറ്റ് ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇതും നന്നായിട്ട് ചേരുന്നുണ്ട്. ബട്ട് തനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നാ എനിക്ക് വേറെ വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ തൽക്കാലം ഡ്രസ്സ് മാറ്റിയിട്ട് വാ, നമുക്ക് വേറെ നോക്കാം. ഇവ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരു കൈ അവളെ തടഞ്ഞു നിർത്തി. ആരാ? ഹേയ്, താൻ പേടിക്കണ്ട. ഞാൻ തൻ്റെ കോളേജിൽ സീനിയറാ. വെറുതെ തന്നെ ഒന്ന് പരിചയപ്പെടാൻ വന്നത്. എബി ജോൺ. ഹായ്, പരിചയപ്പെട്ടില്ലേ? ഇനി എനിക്ക് പോകാലോ? പോകല്ലേ. ആക്ച്വലി താൻ നേരത്തെ ഇട്ട ഡ്രസ് ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്. റിയലി ഹോട്ട്. മൈൻഡ് യുവർ വേർഡ്സ്. മാറി നിൽക്ക്, എനിക്ക് പോകണം. ഇവ അവിടുന്ന് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈ കയറി പിടിച്ചു.